സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായിരിക്കും. പിണറായി വിജയനും വി.ഡി. സതീശനുമുള്ള നേർക്കുനേർ പോരാട്ടം ആവർത്തിക്കാൻ പോവുകയാണ്. ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവുമായിരുന്നു കഴിഞ്ഞ നിയമസഭയിലെങ്കിൽ ഇനി വരാൻ പോകുന്നത് വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി CPM തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ LDFിനെ ഇനി നിയമസഭയിൽ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ ആയിരിക്കും. ആദ്യം അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ചർച്ചകൾക്കൊടുവിൽ അതേ തീരുമാനം വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ മനസ്സ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി അതിലും ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് 7:30-ക്ക് ലോക് ഭവനിൽ ഗവർണറെ കാണാൻ പോകുന്ന വി.ഡി. സതീശൻ, ഒപ്പം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അങ്ങനെ ഇനി അങ്ങോട്ട് പിണറായി വിജയൻ, വി.ഡി. സതീശൻ പോരാട്ടം തുടരും. കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് വികസന കാര്യങ്ങളിൽ മാത്രമല്ല, സർക്കാരിന്റെ ഭരണകാര്യങ്ങളിലും ഭരണപക്ഷത്തെ അവരുടെ കോട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ധർമ്മം, അത് പ്രതിപക്ഷ ധർമ്മം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരേ ദിവസം തന്നെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകുമോ എന്നുള്ള സംശയം നിലനിന്നിരുന്നു. പക്ഷേ എല്ലാ അഭ്യൂഹങ്ങൾക്കും ഇപ്പോൾ പൂർണ്ണമായിട്ടും വിരാമമിട്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകും. VS അച്യുതാനന്ദന്റെയൊക്കെ അതേ വഴിയാണ് ഇപ്പോൾ പിണറായിയും പ്രതിപക്ഷ നേതാവാകുന്നത്. CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. സംസ്ഥാന സമിതി യോഗത്തിനിടെ ഇന്ന് 3 മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. നേരത്തെ തന്നെ പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശിച്ചത് സംസ്ഥാന തീരുമാനമെടുക്കണം, സംസ്ഥാനത്ത് തന്നെ ഈ പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. സംസ്ഥാനത്തുള്ള 3 PB അംഗങ്ങൾ പിണറായി വിജയനും MA ബേബിയും, ജനറൽ സെക്രട്ടറി MA ബേബിയും, അതുപോലെ തന്നെ MV ഗോവിന്ദനും 3 പേരും ഇടയ്ക്ക് ചർച്ച നടത്തിയിരുന്നു. അവരുടെ നിർദ്ദേശമായത് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചു. ആ സംസ്ഥാന സമിതി യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഈ തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകും. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ CPM തങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവായി പിണറായിയെ അനൗപചാരികമായി CPM സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നു. ഇനി നിയമസഭാ കക്ഷി യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവായി പിണറായിയെ തീരുമാനിച്ചുകൊണ്ടുള്ള അത്തരത്തിൽ നടപടികളിലേക്കും കടക്കും. ഏതായാലും പിണറായി വിജയൻ പുതിയൊരു റോളിലേക്ക് മാറുകയാണ്. അദ്ദേഹത്തിന് തീർത്തും അപരിചിതമായ ഒരു റോൾ എന്ന് വേണം ഇതിനെ പറയാൻ. അദ്ദേഹം കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഈ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി അല്ലാതെ മറ്റൊരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അത് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ ഉതകുന്നതല്ല എന്നുള്ള ഒരു തിരിച്ചറിവല്ലേ ഇപ്പോൾ പിണറായിയിലേക്ക് തന്നെ എത്തുവാനുള്ള കാരണം. പിന്നെ ഇത് പിണറായിയുടെ തീരുമാനവും ആണല്ലോ. അദ്ദേഹം മനസ്സ് തുറക്കാൻ അല്പം വൈകി അല്ലേ? മഞ്ജുഷ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സംസ്ഥാന സമിതിയിൽ വെച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നില്ല, സർക്കാരിനെതിരായ വോട്ടല്ല ഈ UDFന് അനുകൂലമായത്. CPMന്റെ നിലപാടുകളാണ് അവിടെ പരാജയപ്പെട്ടത്. പാർട്ടിതല വീഴ്ചയാണ്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും, സർവ്വതലങ്ങളിലും വീഴ്ചയുണ്ടായി. ആ വീഴ്ചയുടെ ഭാഗമാണ് തോൽവി എന്നാണ് CPM ആ കുറ്റം ഏറ്റെടുക്കുകയാണ്. ഈ ഭരണ പരാജയമല്ല, മറിച്ച് സംഘടനാതലത്തിലെ വീഴ്ചകളാണ് തിരിച്ചടി ഉണ്ടാക്കിയെന്ന വീഴ്ച ഏറ്റെടുക്കുകയായിരുന്നു CPM ചെയ്തത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ മാത്രം വീഴ്ചയല്ല CPM പൊളിറ്റ് ബ്യൂറോ അംഗീകരിച്ച റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും ഒരാളുടെ മാത്രം വീഴ്ചയല്ല, പിണറായി വിജയൻ എന്ന നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ മാത്രം വീഴ്ചയല്ല. മൊത്തത്തിലുള്ള സംസ്ഥാനത്തെ പാർട്ടിക്കെതിരായ ഇടതുമുന്നണിക്ക് ജനവികാരം വോട്ടായി മാറുകയായിരുന്നു. അതാണ് UDFന് ന്യൂനപക്ഷ കേന്ദ്രീകരണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ വലിയ വിജയത്തിലേക്ക് പോയത്. പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുന്ന കർശന നിർദ്ദേശം അല്ലെങ്കിൽ കർശന നിലപാട് CPMന്റെ പൊളിറ്റ് ബ്യൂറോയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്. പിണറായി അല്ലാതെ മറ്റൊരു ശക്തനായ നേതാവിനെ ഇത്തവണ CPMനെ നിയമസഭയിൽ ഇടതുമുന്നണി നയിക്കാൻ ഇല്ല. ഇതിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തുകയാണ്. നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശമുണ്ട്.